കഴിഞ്ഞ ദിവസം ധീരൻ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ജഗദീഷ് നടൻ വിനീതിനെ കുറിച്ച് ഒരു പരാമർശം നടത്തി. ജഗദീഷ് പറഞ്ഞു, ലൂസിഫർ സിനിമയിൽ ഞാനായിരുന്നെങ്കിൽ വിവേക് ഒബ്രോയുടെ വേഷത്തിൽ വിനീതിനെ തന്നെ അഭിനയിപ്പിക്കുമായിരുന്നു. വിനീതാണ് നമുക്കറിയാം ആ വിവേക് ഒബ്രോയ്ക്ക് ഡബ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ആ വില്ലൻ വേഷം ഞാനായിരുന്നെങ്കിൽ വിനീതിനെ തന്നെ ഏൽപ്പിക്കും, വിനീത് അത് ഗംഭീരമായിട്ട് ചെയ്യും എന്നുള്ളത് എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് എന്നാണ് ജഗദീഷ് പറഞ്ഞത്. നടൻ വിനീത് നമുക്കറിയാം എത്രയോ വർഷമായി സിനിമയിലുണ്ട്, 80-കൾ മുതൽ സിനിമയിലുണ്ട്, 40 വർഷത്തോളമായി. ഒരുപാട് ഹിറ്റ് സിനിമകളിൽ നായകനായിട്ടും സഹനടനായിട്ടൊക്കെ വിനീത് അഭിനയിച്ചിട്ടുണ്ട്. എന്നാൽ വിനീതിന് ചെയ്യാൻ പറ്റാതെ പോയ, അല്ലെങ്കിൽ ആദ്യ ഓപ്ഷൻ വിനീതിനെ മനസ്സിൽ കണ്ട് പിന്നീട് മറ്റ് ചില നായകന്മാരിലേക്ക് ഓപ്ഷനായിട്ട് പോയ കുറച്ച് സംവിധായകരുണ്ട്. ആ സംവിധായകരെ കുറിച്ചും ആ സിനിമകളെ കുറിച്ചൊക്കെയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. മലയാളത്തിലെ ക്ലാസിക് സിനിമകളിലെ ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിലെ ഏറ്റവും മുൻപന്തിയിലുണ്ടാകുന്നൊരു സിനിമയാണ് വൈശാലി. അന്ന് ഭരതൻ MT കൂട്ടുകെട്ടിലെ അവർ ആ ഒരു സ്ക്രിപ്റ്റൊക്കെ റെഡിയാക്കി കഴിഞ്ഞപ്പോൾ ഒരു പുതിയൊരു നായകൻ, പുതിയൊരു നായിക, അങ്ങനെയായിരുന്നു അന്ന് പ്ലാൻ ചെയ്തിരുന്നത്. അതിന് മുമ്പ് തന്നെ അതിലെ രാജാവിൻ്റെ വേഷത്തിൽ ബാബുവാനിനെ അന്ന് ഉറപ്പിച്ചു വെച്ചിരുന്നു. പക്ഷെ നായകൻ ആര് വേണമെന്നുള്ളതൊരു ഭരതനൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ അന്ന് ശരിക്കും പറഞ്ഞൊരു 16-17 വയസ്സ് പ്രായമുള്ള സിനിമയിലേക്ക് ചുവട് വെച്ച് തുടങ്ങിയ വിനീതിനെയാണ് അന്ന് ഭരതൻ ഉറപ്പിച്ചത്. എന്നിട്ട് വിനീതിനെ വെച്ചൊരു ഫോട്ടോഷൂട്ടൊക്കെ നടത്തി. പക്ഷെ എന്തോ ചില കാരണങ്ങൾ കൊണ്ട് അതായത് വിനീത് വളരെ കുറച്ചും കൂടി യങ് ആണ്, അതായത് കുറച്ച് ഏജ് കൂടുതലുള്ള ഒരു 20 വയസ്സൊക്കെ തോന്നിക്കുന്ന ഒരു ക്യാരക്ടർ, ഒരു ആർട്ടിസ്റ്റ് മതി എന്ന് വിചാരിച്ചിട്ട് പിന്നീടാണ് വിനീതിനെ മാറ്റിയിട്ട് നമുക്കറിയാം സഞ്ജയ് എന്ന് പറയുന്ന നടനെ അതിൽ അഭിനയിപ്പിച്ചത്. സിനിമ അന്ന് വളരെ ഹിറ്റായിരുന്നു. ഇന്നും വൈശാലി സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സഞ്ജയ് എന്ന് പറയുന്ന ഒരു നടനെ കുറിച്ച് അധികം സിനിമകളൊന്നും അദ്ദേഹം പിന്നീട് ചെയ്തിട്ടില്ലെങ്കിലും വൈശാലിയിലെ നായകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ സിനിമ മുഴുവനും അറിയാം. അത് വിനീതിന് ശരിക്കൊരു നഷ്ടം തന്നെയായിരുന്നു. അതിനുശേഷം കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ട് വിനീത് പിന്നീട് മലയാളത്തിൽ സജീവമായി, തമിഴിലും വിനീത് സജീവമായിട്ട് അഭിനയിക്കുന്ന ഒരു സമയമാണ്. ആ സമയത്ത് ആവാരമ്പൂ എന്ന് പറയുന്ന ഭരതൻ്റെ തന്നെ തകരയുടെ റീമേക്ക് തമിഴിൽ, ആ സിനിമയിൽ വിനീത് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഫാസിൽ വിനീതിനെ വിളിക്കുന്നത്. അതായത് മോഹൻലാലും ശോഭനയും സുരേഷ് ഗോപിയൊക്കെ അഭിനയിക്കുന്ന ഒരു സിനിമയിൽ ഒരു ഡാൻസറുടെ വേഷമാണ്. അപ്പോൾ വിനീത് ഒരു ഡാൻസറും കൂടി ആയതുകൊണ്ട് ആ വേഷം ചെയ്യാൻ മലയാളത്തിൽ വേറെ ആരുമില്ല, വിനീത് തന്നെ വരണം എന്ന് പറഞ്ഞു. പക്ഷെ വിനീതിന് ഈ തമിഴിലെ തിരക്കാരൻ ആ സിനിമ ചെയ്യാൻ പറ്റിയില്ല. അത് മറ്റൊരു അന്യഭാഷയിലൊരു നടനാണ് ആ വേഷം ചെയ്തത്. ആ സിനിമയായിരുന്നു മണിച്ചിത്രത്താഴ്. മണിച്ചിത്രത്താഴിലെ രാമനാഥനെ മലയാളികൾക്ക് ആരും മറക്കില്ല എന്ന് തന്നെ പറയാം. പക്ഷെ ഈ സിനിമ പിന്നീട് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് തമിഴിലും ഹിന്ദിയിലൊക്കെ റീമേക്ക് ചെയ്തപ്പോൾ അത് വിനീത് തന്നെയാണ് ഡാൻസറുടെ വേഷം ചെയ്തത്. അങ്ങനെ വിനീതിന് അതൊരു വൻ നഷ്ടമായിരുന്നു എന്ന് വിനീതിനെ അറിയാം. ശരിക്കും ചന്ദ്രമുഖി തമിഴിൽ ചെയ്യുമ്പോൾ രജനീകാന്താണ് ആ വേഷത്തിൽ വിനീത് മതി എന്ന് റെഫർ ചെയ്യണതും, അങ്ങനെയാണ് വിനീതിനെ അഭിനയിപ്പിക്കുന്നത്. ഹിന്ദിയിലും വിനീത് തന്നെയാണ് ചെയ്തത്. എനിക്ക് കന്നഡയും തെലുങ്കും എനിക്ക് ഉറപ്പില്ല, അത് നോക്കണം. ഇതുപോലെ വിനീത് തിരക്കായിട്ട്, അതായത് മലയാളത്തിലും തമിഴിലും ഒക്കെ തിരക്കിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കിരീടമുണ്ണി, മലയാളത്തിലെ ഒരു പ്രശസ്ത നിർമ്മാതാവ് കിരീടമുണ്ണി, ഒരു സ്റ്റേജ് ഷോന് ഗൾഫിൽ നിൽക്കുന്ന ഒരു സമയത്താണ് സ്റ്റേജ് ഷോയിൽ വെച്ചിട്ട് കിരീടമുണ്ണി പറയുന്നത്, ലോഹിദാസിൻ്റെ പുതിയൊരു സ്ക്രിപ്റ്റ് റെഡി ആയിട്ടുണ്ട്, പുതിയ സംവിധായകനാണ്, സിബി മലയിൽ തന്നെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന സുന്ദരദാസാണ് സംവിധാനം ചെയ്യുന്നത്, അതിൽ നായികയായിട്ട് ആനിയാണ്, അതുപോലെ നായകനായിട്ട് വിനീതാണ്. അത്യാവശ്യം നല്ല പാട്ടുകൾക്കൊക്കെ പ്രാധാന്യമുള്ള ഒരു സിനിമയാണ് വിനീത് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ വിനീത് പറഞ്ഞാൽ ഓക്കെ എന്ന് പറഞ്ഞാൽ വിനീത് ജസ്റ്റ് ഒരു ബേസിക് കഥ മാത്രമേ കേട്ടുള്ളൂ. പക്ഷെ ആ സമയത്ത് വിനീതിന് ഒരു തമിഴ് സിനിമയുടെ, അത് കാതൽ ദേശമാണെന്നാണ് എൻ്റെ ഒരു അറിവ്. കാതൽ ദേശം സൂപ്പർ ഹിറ്റായ സിനിമയാണ്. കാതൽ ദേശത്തിൽ വിനീതും അബ്ബാസുമാണ്, അല്ലെങ്കിൽ അബ്ബാസിൻ്റെ ആദ്യ സിനിമയാണ്. അപ്പോൾ കാതൽ ദേശത്തിൻ്റെ ഡേറ്റ് ആയിട്ട് ക്ലാഷ് ആയതുകൊണ്ട് വിനീതിന് ആ റോള് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ പിന്നീട് അവർ ആനിയെ മാറ്റി അതിലേക്കൊരു വിനീതും ആനിയും മാറി. അതായത് വിനീതിന് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവർ ആനിയും വേണ്ട എന്നവർ വിചാരിച്ചു. കാരണം അതൊരു നെഗറ്റീവ് ഒരു ടച്ചും കൂടിയുള്ള, അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് കുറച്ചൊരു വെറുപ്പ് തോന്നണം ആ ഒരു നായികയോട്. എന്നാൽ ഒരു പുതിയ നായികയെ കാസ്റ്റ് ചെയ്യാം, എന്നാൽ പിന്നെ അത്ര ഒരു ഇമേജ് ഒന്നും ഇല്ലാത്തൊരു പുതിയ നായകനെ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടാണ് പുതിയ നായികയായ മഞ്ജു വാര്യരെ കൊണ്ടുവരുന്നു. പുതിയ നായകൻ ആയിട്ട് അന്ന് സഹനടനായിട്ടും അല്ലെങ്കിൽ ചെറിയ സിനിമകളിലൊക്കെ നായകനായിട്ടൊക്കെ അഭിനയിക്കുന്ന ദിലീപിനെ കൊണ്ടുവരുന്നു. ആ സിനിമയായിരുന്നു സല്ലാപം. അങ്ങനെ സല്ലാപം സൂപ്പർ ഹിറ്റായി. ദിലീപും മഞ്ജു വാര്യർ എന്ന് പറയുന്ന 2 താരങ്ങളെ മലയാള സിനിമയ്ക്ക് കിട്ടി. ശരിക്കും അന്ന് ഒരു പക്ഷേ വിനീതിന് ഡേറ്റ് ഉണ്ടായിരുന്നെങ്കിൽ വിനീതായിരിക്കാം ചിലപ്പോൾ ആ റോള് ചെയ്യേണ്ടത്. പിന്നെ ഫാസിൽ ഇതേപോലെ തന്നെ ഒരു ചെറിയൊരു ഇടവേള കഴിഞ്ഞ് ഫാസിൽ ഒരു ലവ് സ്റ്റോറി ചെയ്യാൻ വരുന്നു. ബേബി ശാലിനിയുടെ തിരിച്ചു വരവ് എന്നും പറഞ്ഞാണ് ഫാസിൽ ആ സിനിമ അനൗൺസ് ചെയ്യണതൊക്കെ. അപ്പോൾ അതിലും ഇതുപോലെ തന്നെ ഒരു നായകൻ, അന്നത്തെ യുവനായകന്മാർ ആരെങ്കിലും ഒരാളെ നോക്കാമെന്ന് പറഞ്ഞപ്പോൾ ആദ്യം
വിനീതിനെയാണ് ഫാസിൽ ആലോചിച്ചത്. പക്ഷെ വിനീത് ആ സമയത്ത് ഇതേപോലെ തന്നെ മഞ്ജീരധ്വനി എന്ന് പറയുന്ന സിനിമ ഭരതന്റെ അവസാനത്തെ സിനിമയായിരുന്നു. ആ സിനിമ തെലുങ്കിലും മലയാളത്തിലൊക്കെ ആയിട്ടാണ് ആ സിനിമ ചെയ്തത്. ആ സിനിമയുടെ പല ഷെഡ്യൂളുകളൊക്കെ ആയിട്ട് നീണ്ടുപോയതുകൊണ്ട് വിനീതിന് അപ്പോൾ ഒരു മലയാളം പടം ഉടനെ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ പിന്നെ ഫാസിൽ വേറെ കുറച്ച് പുതുമുഖങ്ങളെയൊക്കെ നോക്കി അവസാനം നമുക്കറിയാം കുഞ്ചാക്കോവൻ വന്നു. അനീതിപ്രാവ് എന്ന് പറയുന്ന ഒരു സിനിമ ഇൻഡസ്ട്രി ഹിറ്റായി. അനീതിപ്രാവിലൂടെ കുഞ്ചാക്കോ ബോബൻ ശാലിനി കോംബോ ഒക്കെ നമുക്കറിയാം, പിന്നീട് ചരിത്രമായി മാറിയതാണ്. അപ്പോൾ ആ സിനിമയിൽ ആദ്യം ഒരു ഫാസിൽ ആലോചിച്ചിരുന്നത് വിനീതാണ്.